ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കിസോഫ്രീനിയ എന്ന ടോപ്പിക്കാണ്. 6th സെം അബ്നോർമൽ സൈക്കോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററാണിത്. സോ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്ന സമയത്ത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് സിംറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡിങ് എക്സ്ട്രീം ഓഡിറ്റീസ് ഇൻ പെർസെപ്ഷൻ, തിങ്കിങ്, ആക്ഷൻ, സെൻസ് ഓഫ് സെൽഫ്, അല്ലെങ്കിൽ മറ്റ് മാനറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ഡിഫറൻസസ് കാണാൻ സാധിക്കും. ഓഡിറ്റീസ് ആയിട്ടുള്ള പെർസെപ്ഷൻ ആയിരിക്കും അവർക്കുണ്ടാവുക. അവരുടെ പ്രവൃത്തികളിൽ നമുക്കെന്താ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പം സെൽഫ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് അവരല്ല, അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ആണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നതായിട്ടും പെരുമാറുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്, നമ്മുടെ സ്കിസോഫ്രീനിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മളിതിൻ്റെ ഒറിജിനിലേക്ക് കിടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈ ഒരു സ്കിസോഫ്രീനിയ എന്ന ടേമല്ല, ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് 1810 ജോൺ ഹാസ്ലം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം വർക്ക് ചെയ്തത് ബെത്ലഹേം ഹോസ്പിറ്റലിൻ്റെ ലണ്ടനാണ്, ഇംഗ്ലണ്ടിലെ ഈ ബെത്ലഹേം ഹോസ്പിറ്റലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. 50 years ലേറ്റർ ഒരു ബെൽജിയം സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ബെനഡിക്റ്റ് മോറൽ എന്ന് പറഞ്ഞ ആൾ ഒരു കേസ് ഡിസ്ക്രൈബ് ചെയ്തു. ആ കേസ് എന്താണെന്ന് വെച്ചാൽ, 13 വയസ്സുള്ള ഒരു ബോയ്, അവൻ നല്ല ബ്രില്യൻ്റ് ആയിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഗ്രാജുവലി അവൻ്റെ സ്റ്റഡീസിലേക്കുള്ള ഇൻട്രസ്റ്റൊക്കെ ലോസായി. പിന്നീട് അവൻ എക്സ്ട്രീം വിഡ്രോവലായി, അതുപോലെ തന്നെ ക്വയറ്റായി. ആൻഡ് ഹി അപ്പിയർ ടു ഹാവ് ഫോർഗോട്ടൻ എവറിത്തിങ് ഹി ഹാഡ് ലേൺഡ്. അവൻ പഠിച്ച എല്ലാ കാര്യങ്ങളും അവൻ മറക്കാൻ തുടങ്ങി. അതാണ് ഫസ്റ്റ് ഒരു കേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ ഈ കണ്ടീഷനെ അദ്ദേഹം വിളിച്ചത് ഡിമെൻസ് പ്രിക്കോസെ എന്നാണ്. അതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ മെൻ്റൽ ഡിറ്റോറിയേഷൻ അറ്റ് ആൻ ഏർലി ഏജ്. പിന്നീട് ജർമ്മൻ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള എമിൽ ക്രേപ്പിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1856 to 1926 ആണ്. അദ്ദേഹം ഈ ഒരു സ്കിസോഫ്രീനിയ എന്നൊരു ടേം നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഒരു കണ്ടീഷനെ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ടൊരു ഫോക്കസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അദ്ദേഹം ഈ സ്കിസോഫ്രീനിയെ വിളിച്ചത് ലാറ്റിൻ വേർഷനായിട്ടുള്ള ഡിമെൻഷ്യ പ്രിക്കോസ് എന്നൊരു ടേമിലാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യൻസിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് സിംറ്റംസ് അദ്ദേഹം പറയുന്നുണ്ട്. Patients with suspicious of those around him and sees poison on his food and is pursued by the police and feel his body is being influenced. അങ്ങനെ കുറച്ചേറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിൽ കണ്ടത്. പിന്നീട് സ്വിസ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഈഗൻ ബ്ലൂലർ, അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1857 to 1939 ആണ്. അദ്ദേഹമാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്തത്. സോ അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഗ്രീക്ക് റൂട്ടാണ്. സ്കിസോ എന്നാണ് അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത്. സോ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ക്രാക്ക് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്.